ഹലോ, വെൽക്കം ബാക്ക്. അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. അൽഹംദുലില്ലാ, ഞാനിവിടെ സുഖമായിട്ടിരിക്കുന്നു. അപ്പോൾ ഇന്നത്തെ നമ്മളെ വീഡിയോ ഇലക്ഷൻ്റെ അന്നെടുത്ത വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ അന്നത്തെ ദിവസത്തെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെയാണ് ഞാൻ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അന്നത്തെ ഒരു ദിവസത്തെ ഫുൾ ഡേ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ വീഡിയോ എല്ലാം മുഴുവനായിട്ട് കണ്ടു നോക്കുക. കണ്ടിഷ്ടമായി ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറന്നു പോലെ. അതുപോലെ തന്നെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ മറക്കാതെ ലൈക്ക് ബട്ടണോടൊന്ന് പ്രസ് ചെയ്തേക്കണേ. നമ്മൾ ഇലക്ഷൻ്റെ അന്ന്, അതായത് ഇന്നലെ കേട്ടോ, ഇലക്ഷൻ്റെ അന്ന് രാവിലെ തന്നെ വോട്ട് ചെയ്യാൻ വേണ്ടി വന്നിട്ടുണ്ട് കേട്ടോ. ഒരു 7 മണീൻ്റെ മുമ്പ് തന്നെ നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ട്. നമ്മൾ അടുത്ത് തന്നെയാണ് കേട്ടോ. അപ്പോൾ അത് വന്നപ്പോഴത്തേക്കും കുറച്ച് പേരൊക്കെ ഉണ്ടായിരുന്നു. ഒരു 10-15 പേരൊക്കെ ഉണ്ടായിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മളെ സ്ഥാനാർത്ഥി ഇതാണ് കേട്ടോ. 2 സ്ഥാനാർത്ഥി ഇത്, പിന്നെ ഒരാൾ നമ്മൾ കയറി വരുമ്പോൾ തന്നെ ഉണ്ടായിരുന്ന ആൾ. അതാണ് 3 സ്ഥാനാർത്ഥികൾ. അപ്പോൾ അങ്ങനെ അതങ്ങോട്ട് കഴിഞ്ഞു. അപ്പോൾ അന്ന് നമ്മൾ സ്റ്റാറാവുന്നൊരു ദിവസമാണല്ലേ ഇലക്ഷൻ്റെ അന്ന്. നമ്മൾ ഓരോരോ വോട്ടിനും വിലയുണ്ട്. അപ്പോൾ അതാരും മിസ്സാക്കിയിട്ടില്ല എന്ന് വിചാരിക്കുന്നത്. അത് അതിൻ്റേതായിട്ടുള്ള രീതിയിൽ തന്നെ വിനിയോഗിച്ചിട്ടുണ്ട് എന്ന് വിചാരിക്കുന്നത്. അങ്ങനെ നമ്മൾ രാവിലെ പോകാൻ കാരണം റഫീഖ ഡ്യൂട്ടിക്ക് പോകാനുണ്ട്. പിന്നെ ബ്രേക്ക്ഫാസ്റ്റും ഒന്നും ആക്കാണ്ടിയാണ് കേട്ടോ നമ്മൾ പോയത്. അപ്പോൾ ഞാൻ വേഗം തന്നെ വന്നിട്ട് ഇനി അതിനുള്ള കാര്യങ്ങളൊക്കെ വേഗം നോക്കട്ടെ. സാധാരണ നമ്മൾ ഉച്ച സമയത്ത് അല്ലെങ്കിൽ ഒരു 11:30-12 മണി ആ ഒരു സമയത്തൊക്കെ പോകലുണ്ട് കേട്ടോ. അപ്പോൾ ഇന്ന് എന്തായാലും വേണ്ടിയില്ല, രാവിലെ തന്നെ പോകാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ഇറങ്ങിയതാണ്. നല്ല തണുപ്പുണ്ട് കേട്ടോ, നല്ല മരട തണുപ്പ് എന്നൊക്കെ പറയില്ലേ, അതായിരുന്നു രാവിലെ. അതുകൊണ്ടാണ് ഞാൻ സ്വെറ്ററും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ. അല്ലാണ്ട് നമ്മളെ കിച്ചണിൽ ഇപ്പോൾ ഈ കിച്ചണിലാണെങ്കിൽ കൂടിയിട്ട് നമ്മൾ വർക്ക് ഏരിയയിലേക്ക് ഓരോരോ കാര്യങ്ങൾക്കായിട്ട് പോകേണ്ടി വരും. അപ്പോൾ ഒക്കെ നല്ല തണുപ്പുണ്ട് കേട്ടോ. അല്ലെങ്കിൽ തന്നെ അകത്തിരിക്കുമ്പോൾ തന്നെ നല്ല തണുപ്പാണ്. സഹിക്കാൻ പറ്റാത്ത തണുപ്പ് എന്ന് പറയില്ലേ, അതാണ് കേട്ടോ അവസ്ഥ. രാവിലെ കുളിക്കുകയും കൂടി ചെയ്താൽ പിന്നെ പറയും വേണ്ട കേട്ടോ. ചൂടുവെള്ളത്തിലൊക്കെയാണ് കുളിക്കുക, പക്ഷെ എന്നാലും സഹിക്കാൻ പറ്റില്ല. അതാണ് ഇപ്പോഴത്തെ നമ്മളെ അവസ്ഥ. അപ്പോൾ രാവിലെ കുളിയൊക്കെ കഴിഞ്ഞപ്പോൾ തണുത്ത് വിറക്കുക കേട്ടോ. എന്നിട്ട് ഒരു ഗ്ലാസ് ചായയും പഴവും എഗ്ഗൊക്കെ കഴിച്ചിട്ടാണ് കേട്ടോ ഞങ്ങൾ വോട്ട് ചെയ്യാൻ വേണ്ടി പോയത്. അല്ലാണ്ട് ഒരു എന്താ പറയുക, നമുക്ക് മൂവ് ചെയ്യാനേ പറ്റുന്നില്ല, അത്രയും തണുപ്പ്. ഇതൊരു മരവിച്ച പോലത്തെ അവസ്ഥ കേട്ടോ. എനിക്കാണെങ്കിൽ തണുപ്പ് തീരെ കൊള്ളാൻ പറ്റില്ല കേട്ടോ. ഒരുവിധം ചൂടൊന്നും വലിയ പ്രശ്നമില്ല, പക്ഷെ തണുപ്പ് അത് ഭയങ്കര പ്രശ്നം. ഒന്നും പണിയെടുക്കാനോ ഒന്നിനും തോന്നില്ല, ഒരു ഉഷാറ് കിട്ടില്ല. പിന്നെ ഒരു 10 മണിയൊക്കെ ആയിട്ട് ചൂടായിട്ട് വരണം, എന്നാലേ റെഡി ആവുള്ളൂ. അപ്പോൾ മീൻ കറി ഇന്നലെ ഉണ്ടാക്കിയ മീൻ കറി ഉണ്ട് കേട്ടോ. അപ്പോൾ ഞാനത് മനസ്സിൽ കൂട്ടിയിട്ട് തന്നെ ഞാൻ പോയത്. പത്തിരി ഉണ്ടാക്കാം, അപ്പോൾ പിന്നെ വേഗം കറി ഉള്ളത് കൊണ്ട് പിന്നെ വേഗം പരിപാടി ചെയ്യുമല്ലോ. അപ്പോൾ അതുകൊണ്ട് വേഗം പത്തിരിയും കൂടെ ഉണ്ടാക്കിയെടുത്തു. നമ്മളിനി ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കട്ടെ. അപ്പോൾ അതിന് ശേഷം റഫീഖ് ഡ്യൂട്ടിക്കൊക്കെ പോകാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. അൽഹംദുലില്ലാ, ഇപ്പോൾ കുഴപ്പമൊന്നുമില്ല, ഓക്കെ ആയിട്ടുണ്ട്. പിന്നെ റഫീഖ പോയിട്ട് എൻ്റെ ബാക്കി പണികളും കാര്യങ്ങളൊക്കെ മുറ്റടിക്കൽ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞു കേട്ടോ. കാരണം നമ്മൾ രാവിലെ ആ ഒരു ടൈം നമുക്ക് അവിടെ പോയതുകൊണ്ട് അതങ്ങ് മാനേജ് ചെയ്ത് ഞാൻ വേഗം വന്ന് മുറ്റടിച്ച് ബ്രേക്ക്ഫാസ്റ്റ് ആക്കി അങ്ങനത്തെ കാര്യങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്തു. ഇനി കുറച്ച് ചെടിയൊക്കെ ഒന്ന് നനക്കാനുണ്ട്, അപ്പോൾ അതൊക്കെ ഒന്ന് നനക്കട്ടെ. പുല്ല് ജസ്റ്റ് ഇങ്ങനെ ചെറിയൊരു പച്ചപ്പ് ഇങ്ങനെ വരാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. ബൊഗൺവില്ലയിൽ നല്ല കാട് വീണ്ടും വന്നിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് പറിച്ച് മണ്ണൊക്കെ ഒന്ന് ഇളക്കിയിടണം. ഞാൻ കല്യാണിച്ചിനോട് വരാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അവർക്ക് തൊഴിലുറപ്പുണ്ട് കേട്ടോ. അതുകൊണ്ട് നമുക്ക് വിചാരിച്ച സമയത്ത് അവരെ കിട്ടൂല. ഒഴിവുള്ള സമയത്ത് വരാമെന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. എന്തായാലും 2-3 ദിവസത്തിനുള്ളിൽ വരും എന്ന് വിചാരിക്കുന്നു. അപ്പോൾ അത് പുല്ല് പറിക്കുകയും വേണം, പിന്നെ മണ്ണ് ഇളക്കൽ എനിക്ക് പറ്റും. പക്ഷെ പുല്ല് പറിക്കാൻ അവിടെ ഇങ്ങനെ കയറി നിന്ന് കുറേ സമയം അതിനായിട്ട് മെനക്കെടണം. നമുക്ക് താഴേക്കാണ് നമുക്ക് ഇടയ്ക്ക് 1-2 ചട്ടിയൊക്കെ ഇളക്കി കൊടുത്തിട്ട് അങ്ങനെ ചെയ്യുക. ഇതിപ്പോൾ കുറച്ച് റിസ്ക്കാണ്. സാധാരണ റഫീഖാണ്, നമ്മൾ രണ്ടാളും കൂടെ നിന്നിട്ട് ചെയ്യുക. അപ്പോൾ എനിക്ക് അത്രയും സമയമൊക്കെ കിട്ടുന്നില്ല. അതുകൊണ്ട് എന്തായാലും കല്യാണിച്ചിനോട് ചെയ്തു തരാൻ വേണ്ടി പറയണം. ഇപ്പോൾ മഞ്ഞൊക്കെ ആയതുകൊണ്ട് തന്നെ കറിവേപ്പിലൊക്കെ മാഷാ അല്ലാഹ്, കറിവേപ്പിലൊക്കെ നല്ല ഉഷാറായിട്ട് വരുന്നുണ്ട് കേട്ടോ. ഞാൻ വെട്ടി കൊടുത്തിട്ടുണ്ടായിരുന്നു നേരത്തെ. അപ്പോൾ ഇത് നല്ല തളിരൊക്കെ വന്ന് നല്ല സെറ്റായിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇടയ്ക്ക് ഒരു 2 ദിവസം കൂടുമ്പോഴൊക്കെ ഒന്ന് നനച്ചു കൊടുക്കും കേട്ടോ. ആ മഞ്ഞിൻ്റെ ആ ഒരു ഇതൊക്കെ ഉണ്ട്, എന്നാലും നനച്ചു കൊടുത്താൽ ഒന്നുകൂടെ നല്ല ഉഷാറായിട്ട് വന്നോളും.
പിന്നെ ഒരു മാറ്റ് അലക്കാനുണ്ടായിരുന്നു കേട്ടോ, ബാത്റൂമിൻ്റെ മാറ്റാ. ഇതിപ്പോൾ നല്ല വെയിലല്ല, അപ്പം ഞാൻ അകത്തുള്ള മാറ്റൊക്കെ നമ്മളത് അങ്ങനെ അങ്ങ് മോശമാവലൊന്നുമില്ല മാറ്റും കാര്യങ്ങളൊന്നും. അതുകൊണ്ട് തന്നെ ഞാൻ മോശമാകുന്ന സമയത്ത് അലക്കിയാൽ മതിയല്ലോ. അപ്പോൾ അത് ഇപ്പോൾ നല്ല വെയിലായതുകൊണ്ട് ഓരോ ദിവസം ഇങ്ങനെയുള്ള നല്ല കട്ടിയുള്ള മാറ്റാട്ടോ അതൊക്കെ അലക്കും. ഇതിപ്പോൾ ഞാൻ എങ്ങോട്ടാ പോകുന്നതെന്ന് വിചാരിക്കുന്നുണ്ടാവും. നമ്മൾ കല്യാണത്തിന് ഡ്രസ്സ് എടുത്ത കുറച്ചൊക്കെ തയ്ക്കാൻ കൊടുക്കാനായിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് തയ്ക്കാൻ കൊണ്ടുപോയിട്ട് കൊടുക്കട്ടെ. എല്ലാം ഒന്നും എടുത്തിട്ടില്ല കേട്ടോ, കുറച്ച് എൻ്റെ ഒന്ന് ഓൾട്ടർ ചെയ്യാനും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ട് വാവൻ്റെ, അതൊക്കെ കേട്ടോ. അതൊക്കെ ഒന്ന് തയ്ക്കാൻ കൊടുത്തു മാൾത്താത്താൻ്റെ അടുത്ത്. ഇനിയും എനിക്ക് എടുക്കാനൊക്കെ ഉണ്ട്, അപ്പോൾ ഒരു ഒഴിവുപോലെ പോയിട്ട് എടുക്കണം. ഇതെന്താണെന്നറിയോ, ഇത് ഞാൻ രാത്രിയിലേക്ക് ഒരു കഞ്ഞി ഉണ്ടാക്കലില്ലേ, അപ്പോൾ അതിന് വേണ്ടിയിട്ട് വെള്ളത്തിലിട്ട് വെക്കുകയാണ് കേട്ടോ. അപ്പം അത് ഒരു പിടി, എൻ്റെ കയ്യിൽ ഒരു പിടി, ഞങ്ങൾക്ക് രണ്ടാക്കും കൂടെ ഉള്ളതാണ്, എനിക്കും റഫീഖാക്കും. ചെറുപയർ, കടല, നമ്മളെ പയർ വർഗ്ഗങ്ങൾ, വൻപയർ, മുതിര. ഇപ്പം ഞാൻ ഇട്ടത് ആ വൈറ്റ് കളറുള്ളത് സോയാബീൻ പയറാണ് കേട്ടോ അത്. പിന്നെ അരി വേണം നിങ്ങൾക്ക്, അരി ഇടാം, ഒരു 2 പിടി അരി. ഇപ്പം നമ്മളിപ്പോൾ അരി കഴിക്കാൻ വേണ്ടാന്നുള്ളത് കൊണ്ട് രാത്രിയല്ലല്ലേ, അപ്പോൾ ഗോതമ്പ് നുറുക്കില്ലേ, നുറുക്ക് ഗോതമ്പ്, അതാണ് കേട്ടോ ഇട്ട് കൊടുത്ത് 2 പിടി. എല്ലാം എൻ്റെ കയ്യിൽ ഓരോരോ പിടി ഇട്ട് കൊടുക്കും. പയറുകളെല്ലാം ഗോതമ്പ് നുറുക്ക് 2 പിടി ഇട്ട് കൊടുക്കും. പിന്നെ ഇതാ 1 ടീസ്പൂൺ ഉലുവ നന്നായിട്ട് കഴുകി എടുത്തോട്ടോ, 2-3 തവണ കഴുകിയിട്ട് ഉലുവ കഴുകിയതാണ്, അതും കൂടെ ഇട്ടെടുത്ത് വെള്ളത്തിൽ സോക്ക് ചെയ്യാണ്ടി വെക്കും. എന്നിട്ട് വൈകുന്നേരം നമ്മൾ കഞ്ഞിയാക്കിയിട്ട് എടുക്കുകയാണ് ചെയ്യുക. ഇത് ഞാൻ തലേ ദിവസം രാത്രിയിൽ വെള്ളത്തിലിടലുണ്ട് കേട്ടോ, എന്നാൽ എനിക്കൊരു ഉച്ചയ്ക്ക് ശേഷം തന്നെ ആക്കി വെക്കാമല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നല്ലോണം കുതിർന്നാൽ നമുക്ക് അത്ര നേരം ഇങ്ങനെ വേവിക്കേണ്ടി വരില്ല, പെട്ടെന്ന് വെന്ത് കിട്ടുമല്ലോ. അപ്പോൾ അതുകൊണ്ടാട്ടോ. ഇനിയിപ്പോൾ ലഞ്ചിൻ്റെ പരിപാടികളൊക്കെ നോക്കാനുണ്ട്, പക്ഷേ ഒന്ന് അകമൊക്കെ ഒന്ന് ഒതുക്കി പെറുക്കി അടിക്കുക, തുടക്കുക, അങ്ങനത്തെ പരിപാടികളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ ഒന്ന് ഒതുക്കി പെറുക്കി വെക്കട്ടെ ആദ്യം ഒന്ന്. ഇന്ന് ഇലക്ഷൻ ആയതുകൊണ്ട് തന്നെ റഫീഖയ്ക്ക് ഫുഡ് കൊണ്ടുപോകണം കേട്ടോ. റഫീഖയ്ക്ക് എന്നല്ല, സ്റ്റേഷനിലുള്ളവർക്ക് ഫുഡ് കൊടുക്കണം. അപ്പോൾ അവർക്ക് ഇന്ന് മെസ്സില്ല കേട്ടോ, അല്ലെങ്കിൽ മെസ്സിന്ന് കഴിക്കുകയാണ് ചെയ്യുക. കാരണം ഇവിടെ വന്നിട്ട് കഴിക്കുന്നതിനേക്കാളും അവിടെ നിന്ന് എന്തായാലും അവർക്ക് മെസ്സ് ഉണ്ടല്ലോ, അപ്പോൾ പിന്നെ അവിടെ നിന്ന് കഴിക്കട്ടെ എന്നാണ് പറയുക. ആ ഒരു സമയം ഇവിടെ വരേണ്ട കാര്യമില്ലല്ലോ എന്ന് അങ്ങനെ പറയും. അപ്പോൾ അങ്ങനെ ഇന്ന് അവർക്കെല്ലാവർക്കും ഫുഡ് വേണം കേട്ടോ. അപ്പോൾ അത് ആക്കിയെടുക്കണം, എന്തെങ്കിലും റൈസ് ആക്കാമെന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ അതൊന്ന് ക്ലീൻ ആക്കിയില്ലേ എനിക്ക് സമാധാനത്തിൽ ഫുഡ് ഉണ്ടാക്കാൻ പറ്റില്ല കേട്ടോ. അപ്പം റൈസല്ലേ, അതുകൊണ്ട് കുറച്ച് എളുപ്പമാണല്ലോ. ഇപ്പോൾ റഫീഖ സാദാ ചോറ് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു കുറച്ചുകൂടി നമുക്ക് ബുദ്ധിമുട്ടാവുമെന്ന് ചോദിച്ചിട്ടാണ് അങ്ങനെ പറഞ്ഞേ. അപ്പോൾ ഞാൻ വിചാരിച്ചു മന്തിയോ ബിരിയാണിയോ വെക്കുകയാണെങ്കിൽ കുറച്ചുകൂടി ഈസി അല്ലേ, അപ്പോൾ അങ്ങനെ ചെയ്യാമെന്ന് പറഞ്ഞു. അപ്പോൾ പിന്നെ എനിക്ക് കുറച്ചുകൂടി റിലാക്സാണ്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇങ്ങനത്തെ പണികളൊക്കെ ഒന്ന് തീർത്തിട്ട് കിച്ചണിലേക്ക് പോകാമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ എനിക്ക് കിച്ചണിലത്തെ പണി ചെയ്യണമെങ്കിൽ കുറച്ചൊന്ന് അകം ഒരുങ്ങിയിരിക്കണം കേട്ടോ, എന്നാൽ നല്ല റിലാക്സ് ചെയ്തിട്ട് നമുക്ക് കിച്ചണിലെ പണി ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. അല്ല നമുക്ക് അത് ചെയ്ത് കഴിഞ്ഞിട്ട് അടിക്കാനും തുടക്കാനൊക്കെ ഉണ്ട് എന്ന് പറഞ്ഞാൽ പിന്നെ മൈൻഡിൽ അത് തന്നെ ആയിരിക്കും കേട്ടോ. അത് കഴിഞ്ഞിട്ട് അത് കൂടെ ഉണ്ടല്ലോ, നമുക്കൊരു റെസ്റ്റ് എടുക്കണ ആ ഒരു ടൈമും കൂടെ നമുക്ക് കിട്ടുമല്ലോ. അപ്പോൾ ഇത് പെട്ടെന്ന് തീർന്നു കഴിഞ്ഞാൽ മറ്റേത് എന്തായാലും നമ്മൾ സമയത്തിന് ചെയ്യുമല്ലോ, എന്തായാലും സമയത്തിന് കൊടുക്കണമല്ലോ. അപ്പോൾ ഒരു നേരത്തെ തന്നെ കൊടുക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട്. അവർ വന്ന് കൊണ്ടുപോയിക്കോളൂ കേട്ടോ, നമ്മൾ കൊണ്ടു കൊടുക്കുകയൊന്നും വേണ്ട. അപ്പോൾ ഒരുവിധം ഇതാ ഒക്കെ ഒന്ന് ഒതുക്കി പെറുക്കി പ്ലാന്റൊക്കെ ഒന്ന് ചേഞ്ച് ആക്കി അങ്ങനെയൊക്കെ വെച്ചിട്ടുണ്ട്. നമ്മളെ പ്ലാന്റ് എന്ന് പറഞ്ഞപ്പോഴാണ് ഞാൻ ഓർത്തത്, നമ്മളെ ഫ്ലവർ ഷോ വീഡിയോ കുറേ പേര് കാണാത്തവരുണ്ട് കേട്ടോ, കുറഞ്ഞ ആളുകളെ കണ്ടിട്ടുള്ളൂ. ഞാൻ പിന്നെ എപ്പോഴും ഇങ്ങനത്തെ വീഡിയോ ഇടുമ്പോൾ അങ്ങനത്തെ വീഡിയോയും കൂടെ കിടക്കട്ടെ എന്ന് വിചാരിച്ചിട്ടാട്ടോ അത് അങ്ങനെ തന്നെ ചെയ്തത്. പക്ഷേ നമ്മൾ ഇങ്ങനത്തെ വീഡിയോയെ നിങ്ങൾ കാണുള്ളൂ. കുറച്ച് ആളുകളെ, എന്താ പറയുക, ഒരു 1/4 ഭാഗം ആളുകളെ അങ്ങനത്തെ, അതായത് യാത്ര പോകുന്ന അല്ലെങ്കിൽ ഇങ്ങനത്തെ ഇപ്പോൾ ഫ്ലവർ ഷോ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കാണുള്ളൂ. അതുകൊണ്ട് തന്നെയാണ് ഞാൻ അങ്ങനത്തെ വീഡിയോ ചെയ്യാൻ മടിക്കുന്നത്. അപ്പോൾ എന്തായാലും കാണാത്തവരൊക്കെ ഒന്ന് കണ്ടു നോക്കുക കേട്ടോ കഴിഞ്ഞ വീഡിയോ. അപ്പോൾ എൻ്റെ അകം ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. ഇനിയിപ്പം ഞാൻ പറഞ്ഞില്ലേ നമ്മളെ റൈസ് ഉണ്ടാക്കാമെന്ന്, നമ്മൾ സ്പെഷ്യൽ റൈസ് കേട്ടോ. നമ്മളെ ആ ഒരു ഭയങ്കര ഈസി ആയിട്ടുള്ള മന്തി, ഇതിനേക്കാളും ഈസി ആയിട്ടുള്ള മന്തി ഉണ്ടോ, റൈസ് റെസിപ്പി ഉണ്ടോ എന്ന് എനിക്കറിയില്ല. അപ്പോൾ ഇതാ ഒരു കുഞ്ഞു ബൗള് ഓയിൽ എടുത്തിട്ടുണ്ട്. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് കൂട്ടും കുറക്കൊക്കെ ചെയ്യുക. ഇതിനേക്കാൾ കൂടുതൽ എടുക്കണ്ട. അതിലേക്ക് മാഗി ക്യൂബ്, ഞാനിപ്പം 5 കപ്പ്, അതായത് 1.25 കിലോ ആണ് ഞാൻ. 1 കിലോ എന്ന് പറയുന്നത് 4 കപ്പ്, അപ്പോൾ 1.25 കിലോ ആണ് റൈസ് ഉണ്ടാക്കുന്നത്. അപ്പോൾ 1 കപ്പിന് 1 മാഗി ക്യൂബ് എന്നുള്ള കണക്കിന് എടുക്കട്ടെ ഈ റൈസ് ഉണ്ടാക്കുമ്പോൾ. ഇനിയിപ്പോൾ 5 കപ്പിലേക്ക് ഒരു 4 എണ്ണെങ്കിലും എടുക്കണം കേട്ടോ. ഞാനിപ്പോൾ 5 എണ്ണം തന്നെ എടുത്തിട്ടുണ്ട്. അപ്പോഴാണ് നല്ല ടേസ്റ്റ് ഉണ്ടാവുക. പിന്നെ അതിലേക്ക് 1 ടീസ്പൂൺ
മുളക് പൊടി ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടെ ഇട്ട് കൊടുത്തു. മുളക് പൊടി വേണമെങ്കിൽ നിങ്ങൾക്ക് കുറച്ചുകൂടെ ആഡ് ചെയ്യാം. അധികം കളർ എനിക്ക് റൈസിലേക്ക് ഇഷ്ടമില്ലാത്തതുകൊണ്ടാണ് ഞാൻ മുളക് പൊടി കുറച്ച് കേട്ടോ. വേണമെങ്കിൽ നിങ്ങൾക്ക് കളറായിട്ട് നിൽക്കണം, ചിക്കനൊക്കെ നല്ല കളറായിട്ട് വേണമെന്ന് ചോദിച്ചാൽ കുറച്ച് 1-2 ടീസ്പൂൺ നിങ്ങൾക്ക് കൂട്ടിയിടാം കേട്ടോ, കുഴപ്പമില്ല. ഇനി അതിലേക്ക് ആ ഒരു മാഗി ക്യൂബ് ഇല്ലേ, അത് നന്നായിട്ട് കൈവച്ച് ഇങ്ങനെ ഉടഞ്ഞായ ഓയിലിൽ ഇങ്ങനെ ചേരണം, അങ്ങനെ ആക്കി കൊടുക്കാം. പിന്നെ ഇഞ്ചി വെളുത്തുള്ളി ഓപ്ഷനിലാണ്. ഒരു 10 അല്ലി വെളുത്തുള്ളി, ഒരു 1/4 ഇഞ്ച് നീളത്തിലുള്ള ഒരു കഷ്ണം ഇഞ്ചി നന്നായിട്ട് ചതച്ചതും കൂടെ ചേർത്ത് കൊടുക്കുക. വേണമെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ, ആ ഫ്ലേവറൊക്കെ ഇഷ്ടമാണെങ്കിൽ. ഇല്ലെങ്കിലും ഒരു കുഴപ്പമില്ല കേട്ടോ. അതാണ് ഞാൻ പറഞ്ഞത്, ഒരു ഭയങ്കര ഈസി പീസി മന്തിയാണ്. പിന്നെ കുറച്ച് മുഴുവനേ ഉള്ള കുരുമുളക് ഇട്ട് കൊടുക്കുക, 1 ടീസ്പൂണൊക്കെ ഇട്ട് കൊടുത്തോ. പിന്നെ ഉണക്കനാരങ്ങയല്ലേ, അത് 2 ഞാൻ ഇട്ട് കൊടുത്തു. അതൊന്നും ഇപ്പോൾ ഇട്ട് കൊടുക്കേണ്ട കാര്യമില്ല, ഞാൻ പിന്നെ അതിലൂടെ അങ്ങ് ഇട്ട് കൊടുത്തു എന്നേ ഉള്ളേ. പിന്നെ കഴുകി ക്ലീൻ ചെയ്ത് വെച്ചിട്ടുള്ള ചിക്കൻ, അത് മന്തി പീസ് നിങ്ങൾക്ക് വലിയ പീസ് വേണമെങ്കിൽ ആക്കാം. ഞാനിപ്പം നമ്മൾ ബിരിയാണി പീസില്ലേ അങ്ങനെയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്, കറി പീസല്ല, ബിരിയാണി പീസ്. അപ്പോൾ അത് ചേർത്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് നമ്മൾ സ്പെഷ്യലായിട്ട് ഉപ്പ് ഇട്ട് കൊടുക്കുകയോ ചെയ്യരുത് കേട്ടോ, കാരണം ആ മാഗി ക്യൂബിൽ നന്നായിട്ട് ഉപ്പ് ഉണ്ടാവുമല്ലോ. അപ്പോൾ ഇട്ട് കൊടുക്കുകയും വേണ്ട, ചിക്കനിലേക്കുള്ള ഉപ്പ് ആ ഒരു മാഗി ക്യൂബിൽ തന്നെയാണ് കേട്ടോ നമുക്ക് കിട്ടുക. ഇനി നന്നായിട്ട് ആ മസാലയ്ക്ക് എല്ലാ ഭാഗത്തേക്കും, ഓയിലും മസാലപ്പൊടികളൊക്കെ എല്ലാ ഭാഗത്തേക്കും ആകുന്ന രീതിയിൽ നന്നായിട്ടൊന്ന് കുഴച്ച് വെക്കുക. അപ്പോൾ നമ്മൾ മാരിനേഷൻ കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇതിവിടെ നമുക്ക് മാറ്റി വെക്കാം. ഞാനിപ്പോൾ ഇത് നിങ്ങൾക്ക് നമ്മൾ കുക്കറിലല്ലേ ചെയ്യുന്നത്, അപ്പോൾ അത് കുക്കറിൽ ഇട്ടിട്ട് തന്നെ നിങ്ങൾക്ക് ഇങ്ങനെ മസാല പെരക്കി കൊടുത്താൽ മതി കേട്ടോ. ഞാനിപ്പോൾ കുക്കറിൽ കാണിക്കാതിരിക്കുന്നത് 2 കുക്കറിലായിട്ടാണ് ഞാൻ ചെയ്യുന്നത്. ഒരു കിലോൻ്റെ, അതായത് 5 ലിറ്ററിൻ്റെ ഒരു കുക്കറിൽ നമുക്ക് 3/4 കിലോ, അതായത് 3 കപ്പ് റൈസാണ് നമുക്ക് വേവിക്കാൻ പറ്റുക. അപ്പോൾ എനിക്ക് 5 ഉണ്ടല്ലോ, അപ്പോൾ ഞാൻ 2 കുക്കറിലായിട്ടാണ് കേട്ടോ ഞാൻ വെക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ കുക്കറിലിട്ട് മസാല പെരക്കാതിരുന്നത്. ഇനിയിപ്പോൾ അത് ഡിവൈഡ് ചെയ്തിട്ട് 2 കുക്കറിലേക്ക് ഞാൻ ആക്കിയിട്ടുണ്ട്. ആ ഒരു ഗ്രേവി ഇല്ലേ, ഗ്രേവിയോട് കൂടിയിട്ട് 2 കുക്കറിലേക്കും ഇട്ട് കൊടുക്കണം. ഇനിയിപ്പോൾ നിങ്ങൾക്ക് അടി പിടിക്കും അങ്ങനത്തെ പേടിയുണ്ടെങ്കിൽ ഒരു 1/4 ഗ്ലാസ് വെള്ളം, അതിൽ കൂടുതൽ വേണ്ട കേട്ടോ, അടിയിലൊന്നും പിടിക്കൂല, ചിക്കനൊക്കെ നന്നായിട്ട് വെന്ത് കിട്ടും. അത്രയും കൂടെ ചേർത്ത് കൊടുത്തിട്ട് അവിടെ മാറ്റി വെച്ചിട്ടുണ്ട്. അത് കുറച്ച് സമയം അവിടെ ഇരുന്നോട്ടെ കേട്ടോ, സമയം ഉണ്ടെങ്കിൽ വെക്കുക, ഇല്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല. അപ്പോൾ എനിക്കിപ്പോൾ ടൈമുണ്ട്. അപ്പോൾ ഞാൻ ആ ഒരു സമയത്തില്ലേ, ആ ഒരു ഗ്യാപ്പിൽ ഇങ്ങനെയൊക്കെ കിട്ടുമ്പോഴാട്ടോ റിലാക്സിങ് ടൈം കിട്ടുക. അപ്പോൾ എനിക്ക് ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ കുറച്ച് തീർന്നിട്ടുണ്ടായിരുന്നു. ഇഞ്ചി ഇപ്പോൾ ഇത്ര ഉണ്ട്, തീരാനായിട്ടുണ്ട് കേട്ടോ, അത് കുഴപ്പമില്ല, കുറച്ചുകൂടെ കിട്ടും. വെളുത്തുള്ളി ഒട്ടും ഇല്ലാതെ തീർന്നിട്ടുണ്ട് കേട്ടോ, ഇന്ന് എടുത്തപ്പോൾ ഫുൾ തീർന്നു, അപ്പോഴാണ് ഓർത്തത്. അപ്പോൾ ഞാൻ അവിടെ ഇരുന്ന് കുറച്ച് വെളുത്തുള്ളിക്കൊന്ന് തൊലി കളഞ്ഞെടുത്തു കേട്ടോ. ഇനിയിപ്പോൾ എപ്പോഴെങ്കിലും വൈകുന്നേരം എപ്പോഴെങ്കിലും സമയം കിട്ടുമ്പോൾ ഫ്രീ ആയിട്ട് ഇതുപോലെ കിട്ടുന്ന സമയത്ത് കുറച്ച് ചെറിയ ഉള്ളി, ആ വെളുത്തുള്ളി ഇപ്പുറത്ത് കുറച്ച് ചെറിയ ഉള്ളി ഇട്ട് കൊടുക്കും. പിന്നെ ഇഞ്ചി, അത് 3 ആയല്ലോ. അപ്പോൾ അത് നമ്മൾ ഞാൻ ഫ്രീസറിലാണ് കേട്ടോ വെക്കുക, ഫ്രിഡ്ജിലല്ല. അപ്പോൾ ഒരു മുള വരിക അങ്ങനത്തെ പ്രശ്നമൊന്നുമില്ല, എത്ര കാലം വേണം വരെയും അവിടെ ഇരുന്നോളും. അപ്പോൾ ഇത് ബോക്സ് അങ്ങനെ ഫ്രീസറിലേക്ക് വെച്ച് കൊടുത്താൽ ആ ഉള്ളി അവിടെ, ചെറിയ വെളുത്തുള്ളി ഇല്ല, അതവിടെ ആ ഭാഗത്ത് തന്നെ ഫ്രീസായിട്ട് അവിടെ നിന്നോളൂ കേട്ടോ. അപ്പോൾ ഉള്ളി, നമ്മൾ ഇഞ്ചി, ചുവന്നുള്ളി എല്ലാം കൂടെ ഒരു ബോക്സിൽ ഇടുമ്പോൾ ഇങ്ങനെ കുഴഞ്ഞ് മറിഞ്ഞ് അങ്ങനെയൊന്നും ആകില്ല കേട്ടോ, ഫ്രീസായിട്ട് നിൽക്കുകയല്ലേ, എന്നാൽ നമുക്ക് ഈസി ആയിട്ട് എടുക്കാനും വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ അത് സെറ്റായിട്ടുണ്ട്. ഇനി മന്തി നമുക്ക് റൈസ് വേവിക്കാനുള്ള വെള്ളം വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു. കുറച്ച് കൂടുതൽ വെള്ളം വെച്ച് കൊടുക്കുക കേട്ടോ, നമ്മൾ അരി എടുക്കുന്നതിനേക്കാളും കൂടുതൽ വെള്ളം വെക്കുക, കാരണം ആ ഒരു സ്റ്റാർച്ചും കാര്യങ്ങളൊക്കെ പോകാൻ വേണ്ടിയിട്ടാണ്. അതിൽ ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ പട്ട, ഗ്രാമ്പൂ, ഏലക്ക, ഒരു 4 ഏലക്ക, ഒരു 3-4 ഗ്രാമ്പൂ, ഒരു കഷ്ണം പട്ട വലുത് ഒക്കെ ചേർത്ത് കൊടുക്കുക. ഉപ്പ്, 1-2 ടീസ്പൂൺ ഓയിലും കൂടെ ഒഴിച്ച് കൊടുത്തോ. ഇനി വെള്ളം നന്നായിട്ട് തിളച്ചതിന് ശേഷം നമ്മൾ ഇന്ത്യ ഗേറ്റ് ഗോൾഡ് റൈസ് ആണ് ഞാൻ എടുത്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ കുറച്ച് സമയം വെള്ളത്തിൽ കുതിരാൻ വെക്കുക. 1-2 മണിക്കൂർ നമുക്ക് കുതിർന്നാലൊന്നും കുഴപ്പമില്ല, അരമണിക്കൂറാണെങ്കിലും കുഴപ്പമൊന്നുമില്ല കേട്ടോ, നല്ലതാണ്. എത്ര കുതിരുന്ന അത്രയും നല്ലതാണ് കേട്ടോ, നല്ല സോഫ്റ്റ് റൈസ് കിട്ടും. ഇനി റൈസ് തിളച്ച് വരട്ടെ, വെന്ത് വരട്ടെ. ആ ഒരു ഗ്യാപ്പിൽ നമ്മൾ നമ്മൾ അതിൻ്റെ കൂടെ കഴിക്കാനുള്ള ടൊമാറ്റോ ആ ഒരു പേസ്റ്റില്ല അതാക്കി എടുത്തിട്ടുണ്ട്. 2 ടൊമാറ്റോയും അതിലേക്ക് ഒരു ചെറിയ സവാളയും കൂടെ ഇട്ടിട്ട് പച്ചമുളകും കൂടെ ചേർത്തിട്ട് കുറച്ച് ലെമൺ ജ്യൂസും ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതാണത്, ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുത്തു. പിന്നെ അതാ കുറച്ച് മയോണൈസും കൂടെ ആക്കി എടുത്തിട്ടുണ്ട്. ഇങ്ങനെ നമ്മളില്ലേ ഓരോന്ന് ചെയ്യുമ്പോൾ അതിൻ്റെ ഇടയിൽ നമ്മൾ വെറുതെ നിൽക്കാതെ ആ ഗ്യാപ്പിൽ നമുക്ക് ചെയ്യാനുള്ള കാര്യങ്ങൾ, അല്ലെങ്കിൽ ക്ലീനിങ് കാര്യങ്ങൾ അങ്ങനത്തെ ഒക്കെ ചെയ്ത് വെക്കുകയാണെങ്കിലേ ഭയങ്കര ഒരു മല പോലെ പണിയില്ലാതെ നമുക്ക് കുറച്ച് ഈസി ആയിട്ട് നമുക്ക് കാര്യങ്ങളൊക്കെ ചെയ്തെടുക്കാൻ വേണ്ടി പറ്റും കേട്ടോ. അതുപോലെ തന്നെ ഈ ഓർഡറും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നവർക്ക് ഒക്കെ ആണെങ്കിൽ കൂടി അവരൊക്കെ ചെയ്യുന്നത് ഇങ്ങനെയൊക്കെ തന്നെയാണ് കേട്ടോ. നമ്മൾ വിചാരിക്കും വീട്ടിലെ കാര്യങ്ങളും ഇതൊക്കെ എങ്ങനെയാണ് നടക്കുന്നത്, അവർക്ക് കറക്റ്റായിട്ടൊരു പ്ലാനിങ്ങും കാര്യങ്ങളും ഒക്കെ ഉണ്ടാവും കേട്ടോ. അപ്പോഴാണ് അവർക്കതിൽ സക്സസ് ആവാൻ പറ്റുക. നമുക്കാണെങ്കിലും നമ്മുടെ വീട്ടിലെ പണീൻ്റെ കാര്യത്തിനാണെങ്കിലും ഇടയിൽ കൂടെ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ ടയർഡില്ലാതെ പറഞ്ഞ സമയത്തിന് വേഗം നമുക്ക് ആക്കിയെടുക്കാനും വേണ്ടിയിട്ട് പറ്റും. ഇങ്ങനെയൊക്കെ നമ്മൾ ഒന്ന് ശ്രദ്ധിച്ച് ചെയ്യുകയാണെങ്കിൽ കേട്ടോ, ചെറിയ കാര്യങ്ങളൊക്കെ.
അപ്പോൾ ഇതാ നമ്മൾ റൈസ് വെന്ത് വന്നു. നമ്മൾ ചിക്കൻ്റെ മുകളിലേക്ക് റൈസ് ഇട്ട് കൊടുക്കുക. പച്ചമുളക് 1 2 3 4 പച്ചമുളക് വെച്ച് കൊടുക്കുക കേട്ടോ. ഇനിയൊന്നുമില്ല, ഹൈ ഫ്ലെയിമിൽ 2 വിസിലടുപ്പിച്ചെടുത്തോ, അത്രയേ ഉള്ളൂ കേട്ടോ. ലോ ഫ്ലെയിമിലൊന്നും ആക്കരുത്. ലോ ഫ്ലെയിമാണെങ്കിൽ നിങ്ങളത് ഫ്ലെയിമെല്ലാം കുറവാണെങ്കിൽ ഒറ്റ ഫ്ലെയിം മതി കേട്ടോ, ഒറ്റ വിസിൽ മതി. ഇനി ഞാനിതാ ഹൈ ഫ്ലെയിമിൽ 2 വിസിലാക്കി എടുക്കുന്നുണ്ട്. ചോറ് കുഴഞ്ഞു പോയി വെന്ത് പോയി എന്നൊന്നും പറയരുത്. കാര്യം ഫ്ലെയിം കുറഞ്ഞതുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുക കേട്ടോ. അങ്ങനെയൊക്കെ ആണെങ്കിൽ നിങ്ങൾ കുറച്ച് എയറൊക്കെ ഒഴിവാക്കുക, അതൊക്കെ നോക്കിയിട്ട് ചെയ്യുക കേട്ടോ. നിങ്ങളെ കുക്കറിൻ്റെയും നിങ്ങളെ സ്റ്റൗവിൻ്റെ ഫ്ലെയിമും ഒക്കെ നിങ്ങൾക്കെല്ലാം അറിയുള്ളൂ. അപ്പോൾ അതിനനുസരിച്ച് ചെയ്തെടുക്കാം. ഒരു 3/4 ഭാഗത്തോളം നമ്മൾ റൈസ് അടുപ്പിൽ നിന്ന് വേവിച്ചാൽ മതി കേട്ടോ. ബാക്കി നമുക്ക് കുക്കറിൽ നിന്ന് വെന്ത് കിട്ടുക. അതിനേക്കാളും കൂടുതൽ വേവണ്ട കേട്ടോ. അപ്പോൾ ഇതാ ഞാൻ ഫ്ലെയിമെല്ലാം ഓഫാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതാ എയറെല്ലാം പോയി കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കൊരു പോട്ടിലേക്ക് തട്ടിക്കൊടുക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മൾ സ്പെഷ്യൽ മന്തി. നമ്മൾ എന്താ പറയുക, ഒരു ഈസി പീസി മന്തി റെഡിയാണ്. ഞാനിത് റെസിപ്പി ഇട്ടിട്ടുണ്ട് കേട്ടോ. അതിൽ പുതിയ വ്യൂസൊക്കെ ഉണ്ടെങ്കിൽ കണ്ടോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഒന്നുകൂടെ ആ ഒരു മസാലേൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞു പോയത്. അപ്പോൾ ഇതാ ഇനി ഇത് ഞാൻ ഒരു കുക്കറിൽ തട്ടി കൊടുത്തിട്ടുണ്ട്. അത് നന്നായിട്ട് മിക്സ് ചെയ്യണം കേട്ടോ. കാര്യം ചിക്കനൊന്നും ഉടഞ്ഞു പോകാതെ മിക്സ് ചെയ്ത് കൊടുക്കുക. നന്നായിട്ട് ചിക്കനൊക്കെ വെന്തിട്ടുണ്ടാവുക. കാര്യം മിക്സ് ചെയ്യണം. കാര്യം നമ്മൾ ആ ചിക്കനിലാണ് നമ്മളെല്ലാം ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഓയിലാണെങ്കിലും മസാലയാണെങ്കിലും ഒക്കെ ആ ഒരു ഫ്ലേവർ ആ റൈസിലേക്കൊക്കെ വരണം. അതുകൊണ്ടാണ് കേട്ടോ നന്നായിട്ട് മിക്സ് ചെയ്യണം എന്ന് പറയുന്നത്. ഇനി അടുത്ത കുക്കറും ഞാൻ ഓപ്പൺ ആക്കിയിട്ടുണ്ട്. രണ്ടും നല്ല കറക്റ്റായിട്ട് വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ. നിങ്ങൾ ആ വെള്ളം ഒഴിച്ചാലും കുഴപ്പമില്ല, അതെന്നാ വറ്റി പോയിക്കോളും. ഒഴിച്ചിട്ടില്ലെങ്കിലും ഇങ്ങനെ അടി പിടിക്കുമൊന്നുമില്ല കേട്ടോ. ഇനി അങ്ങനെ പേടി ഉണ്ടെങ്കിൽ മാത്രം ആ ഒരു 1/4 ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതിയേ. അപ്പോൾ ഇതാ നമ്മളെ റൈസും റെഡി ആയിട്ടുണ്ട്. അതിൻ്റെ സൈഡ് കൊടുക്കാനുള്ള കാര്യങ്ങളൊക്കെ റെഡിയാണ്. ഇനി ഞാൻ ഇതൊന്ന് പാക്ക് ചെയ്തിട്ട് അവർക്ക് കൊടുത്തു വിടട്ടോ കേട്ടോ. അപ്പോൾ ഇതാ റൈസ് കണ്ടോ, നല്ല പൂ പോലത്തെ റൈസാട്ടോ നമുക്ക് കിട്ടുക. ആ ഒരു ഹാർഡായിട്ടുള്ള മന്തി അങ്ങനെയേ അല്ല കേട്ടോ. ഇത് റൈസൊക്കെ നമുക്ക് വീണ്ടും വീണ്ടും കഴിക്കാൻ തോന്നും. അങ്ങനെയാണ് നമ്മൾ റൈസ് ഈ ഒരു രീതിയിൽ ചെയ്താൽ നിങ്ങൾക്ക് കിട്ടുക. ചിക്കനൊക്കെ നല്ല വെന്ത് നല്ല മസാലയൊക്കെ പിടിച്ച് ആ രീതിയിലാട്ടോ ഉണ്ടാവുക. അപ്പോൾ ഇതാ ഞാൻ അവർക്കുള്ളത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. കുറച്ച് അലുമിനിയം ഫോയിലൊക്കെ വെച്ചിട്ടൊന്ന് സെറ്റാക്കി കൊടുക്കുന്നുണ്ട്. എന്നാൽ അവിടെ എത്തുമ്പോഴത്തേക്കും ഇനി അവർ കഴിക്കാൻ കുറച്ച് വൈകിയാലും അവരെ പണിയല്ലേ, ചിലപ്പം പുറത്ത് പോവുക അങ്ങനെയൊക്കെ ആവശ്യങ്ങളുണ്ടാവുമല്ലോ. വൈകിയാലും അത്യാവശ്യം ചൂടോടുകൂടെ തന്നെ അവർക്ക് കഴിക്കാൻ വേണ്ടിയിട്ട് പറ്റണം. അതിൻ്റെ മുകളിൽ ഒന്നുകൂടെ ഒന്ന് പ്ലാസ്റ്റിക് റാപ്പ് വെച്ചിട്ടൊന്ന് റാപ്പ് ചെയ്യും കൂടെ ചെയ്തു കേട്ടോ. അപ്പോൾ അത് അവരെ വിളിച്ച് കൊടുത്തയച്ചിട്ടുണ്ടായിരുന്നു. ഇനിയിപ്പോൾ അതിന് ശേഷം ലോറ നമസ്കാരം കാര്യങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം നമ്മളും ഫുഡൊക്കെ കഴിച്ചു, മന്തി കഴിച്ചു. അൽഹംദുലില്ലാ മാഷാ അല്ലാഹ് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ കഴിക്കാൻ. അപ്പോൾ ഇതുവരെ ഇങ്ങനെ മന്തി ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് ചെയ്ത് നോക്കുക കേട്ടോ. സൂപ്പറാണ്. നമുക്കൊരു പണിയും ഇല്ല. നമ്മളെ കയ്യിലുള്ള കാര്യങ്ങളൊക്കെ വെച്ച് നമുക്ക് ഒന്നും വേണ്ട. ക്യാപ്സിക്കോ കാര്യങ്ങളോ, ചിലർ ചോദിക്കും ക്യാപ്സിക്കം വേണ്ടേ, ചെറിയ ജീരകം വേണ്ടേ, അത് വേണ്ടേ, ഇത് വേണ്ടേ എന്നൊക്കെ ചോദിക്കും. ഒന്നും വേണ്ട കേട്ടോ. നിങ്ങൾക്ക് ഇതന്നെ മതിയാവും. അതൊക്കെ ഇട്ടിട്ട് വെക്കുമ്പോൾ വേറെ ഇത് ഇങ്ങനെ ലൈറ്റ് എപ്പോഴും നമ്മൾ കുക്ക് ചെയ്യുമ്പോൾ ലൈറ്റ് മസാല കൊടുക്കുമ്പോൾ അതിനൊരു പ്രത്യേക ടേസ്റ്റ് തന്നെയാണ് കേട്ടോ. ഒരു വേറെ തന്നെ ടേസ്റ്റ് വരും ആ ഒരു വിഭവത്തിന്. മസാല ഇട്ടിട്ട് ടേസ്റ്റ് വരില്ല എന്നല്ല, അത് വേറെ തന്നെ ഒരു ടേസ്റ്റാണ്. പക്ഷേ ഇത് നിങ്ങൾ ട്രൈ ആക്കി നോക്കട്ടെ എന്തായാലും. അപ്പോൾ ലഞ്ചൊക്കെ കഴിച്ച് ഇനി കുറച്ച് സമയം ഫ്രീ ടൈമാണ്. അപ്പം ഞാൻ കുറച്ച് സമയം എനിക്ക് വീഡിയോൻ്റെ ഒരു പണിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ തീർത്തു. അപ്പോഴത്തേക്ക് ഇതാ വൈകുന്നേരം ആയിട്ടുണ്ട് കേട്ടോ. ഇനി ഞാൻ വിചാരിച്ചു കുറച്ച് ചെടികളിലൊക്കെ ഒന്ന് കളപറിക്കാനൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് പറിക്കട്ടെ. ഇങ്ങനെ കിട്ടുന്ന കുറച്ച് ടൈമൊക്കെയാണ് കേട്ടോ ഉണ്ടാവുക. ഞാൻ ചെടികളിലേക്ക് ഇറങ്ങുക അങ്ങനെയാണ്. ഇപ്പോൾ റഫീക്ക കാര്യമായിട്ട് അങ്ങനെ ചെടികളിലേക്കൊന്നും ഇറങ്ങാറില്ല കേട്ടോ. ഒന്ന് റെഡി ആയിട്ടൊക്കെ വരണ്ടേ. അപ്പോൾ അതുകൊണ്ട് ഞാൻ കുറച്ച് എനിക്ക് കംപ്ലീറ്റ് ചെയ്യാൻ എനിക്കൊന്നും നേരം ഉണ്ടാവില്ല. വീഡിയോയും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് നിങ്ങൾ വിചാരിക്കുമ്പോൾ നമ്മൾ റിലാക്സിങ് ഡേ ആണ് നിങ്ങൾ കാണുന്നത്. പക്ഷേ അതിൻ്റെ പുറകിൽ നല്ല തിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോഴാണ് നമുക്ക് റിലാക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുള്ളൂ. ഇനിയിപ്പോൾ ഇങ്ങനെ കിട്ടുന്ന സമയത്താണ് ഞാൻ കുറച്ച് എന്തെങ്കിലുമൊക്കെ ചെയ്തു വെക്കുക. ഇപ്പോൾ ശരിക്കും മഞ്ഞും കാര്യങ്ങളൊക്കെ ആയി. ഇനിയൊക്കെ ചെടിയൊക്കെ പൂവിടാനും ഒക്കെ തുടങ്ങിയിട്ടുണ്ട്. ചട്ടിയൊക്കെ ഒന്ന് കഴുകണം. അതുപോലെ തന്നെ പെയിൻ്റ് അടിക്കേണ്ട ചട്ടികൾക്കൊക്കെ പെയിൻ്റ് അടിക്കാനുണ്ട്. എപ്പോഴാണ് തീരുമെന്ന് അറിയില്ല കേട്ടോ. പക്ഷേ എല്ലാം കുറച്ചായിട്ട് ഇങ്ങനെ ചെയ്ത് വരണം എന്ന് വിചാരിക്കുന്നുണ്ട്. ഈ കുറേ ദിവസമായിട്ട് റഫീക്കയും വീട്ടിലുള്ളതുകൊണ്ട് ഞാൻ പറഞ്ഞിട്ടുണ്ടായില്ല, നല്ല തിരക്കുണ്ടായിരുന്നു. വീഡിയോ ഒക്കെ ഞാനെങ്കിൽ എനിക്കോ എടുത്തങ്ങ് പോസ്റ്റ് ചെയ്യുകയെന്ന് ചെയ്യാം, ഇനിയിപ്പോൾ ഇടാണ്ടിരിക്കണ്ടെന്ന് വിചാരിച്ചിട്ട് കേട്ടോ. അപ്പോൾ ഇപ്പോൾ കുഴപ്പമില്ല, ജസ്റ്റ് ഒന്ന് ഫ്രീ ആയിട്ടുണ്ട്. പിന്നെ ഓരോന്നോരോന്ന് ചെയ്തു വരണം. ചെടികൾ ഇങ്ങനെ കിടക്കുന്നത് കാണുമ്പോൾ നമുക്കൊരു ബുദ്ധിമുട്ടാട്ടോ.
അപ്പോൾ ഇനി മഗ്‌രിബ് ബാങ്ക് കൊടുക്കുമ്പോഴത്തേക്കും ഞാൻ കഞ്ഞി അടുപ്പിലാക്കട്ടെ. എന്നാൽ പിന്നെ അത് ലോ ഫ്ലെയിമിൽ ഇട്ട് കഴിഞ്ഞാൽ അതങ്ങനെ വെന്തോളും. പിന്നെ മഗ്‌രിബ് നമസ്കാരത്തിന് ശേഷം കഞ്ഞി കുടിക്കും. അതാണ്. അപ്പോൾ നമ്മളെ പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള കഞ്ഞിയാണ് കേട്ടോ. ഇത് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും ഡിന്നറായിട്ടും ഒക്കെ കഴിക്കാം. ഡിന്നറാകുമ്പോൾ കുറച്ച് നേരത്തെ കഴിച്ചാൽ മതി കേട്ടോ. കാര്യം പ്രോട്ടീനാണ്. നമ്മൾ പയറുവർഗ്ഗങ്ങളൊക്കെ ശരിക്കും ഇറച്ചിയിൽ നിന്നും മീനിൽ നിന്നും കിട്ടുന്നതിനേക്കാൾ കൂടുതൽ പ്രോട്ടീൻ നമുക്ക് പയറുവർഗ്ഗങ്ങളിൽ നിന്ന് കിട്ടും കേട്ടോ. നമ്മൾ പ്രോട്ടീൻ തേടിയൊന്നും എവിടെയും പോകേണ്ട കാര്യമില്ല. പക്ഷെ നമ്മൾ പിക്ക് ചെയ്ത് കഴിക്കണം. ശരിക്കും നല്ല കറക്റ്റായിട്ട് ഫോളോ ചെയ്യണം. ഉപ്പേരിയായിട്ടും ഒക്കെ അങ്ങനെ പയറുവർഗ്ഗങ്ങളൊക്കെ കഴിക്കാൻ വേണ്ടി ശ്രദ്ധിച്ചാൽ മതി. അപ്പോൾ ഇനി കുക്കറിലേക്ക് ഒരു ഒരു ടീസ്പൂൺ, ഒരു 1/4 ടീസ്പൂൺ അല്ലെങ്കിൽ ഒരു 1/2 ടീസ്പൂണൊക്കെ ചെറിയ ജീരകം, പിന്നെ ഒരു 2 ചെറിയ ഉള്ളി, 2-3-4 വെളുത്തുള്ളിയൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി അത് വേവിക്കാൻ വേണ്ടി വെക്കുക. ഹൈ ഫ്ലെയിമിൽ ഒരു വിസിലടിച്ചതിന് ശേഷം ഞാൻ ലോ ഫ്ലെയിമിൽ ഒരു അരമണിക്കൂറോളം വെക്കും കേട്ടോ. അപ്പം എല്ലാം നന്നായിട്ട് വെന്ത് കിട്ടിക്കോളും. അപ്പോൾ അതവിടെ വെന്ത് വരട്ടെ. ഇനിയിപ്പോൾ അതൊരു ചമ്മന്തിയും കൂടെ ഒന്ന് പൊടിച്ചെടുക്കുന്നുണ്ട്. തേങ്ങയും കുറച്ച് ഉള്ളിയും ഒരു 3-4 വെളുത്തുള്ളി, പച്ചമുളക്, മല്ലിയില, പുതിനയില രണ്ടും ചേർത്ത് കൊടുക്കുക കേട്ടോ. പിന്നെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, പുളിക്ക് വേണ്ടിയിട്ട് എന്തെങ്കിലും പുളിയോ വാളംപുളിയോ അല്ലെങ്കിൽ ചെറുനാരങ്ങ നീരോ വിനാഗിരിയോ എന്തെങ്കിലും ഒന്ന് യൂസ് ചെയ്യുക. ഇനി ഇതൊന്ന് പൊടിച്ചെടുക്കട്ടെ. അപ്പോൾ ഇതാ നമ്മളെ കഞ്ഞിയും കൂടെ റെഡിയായി വന്നിട്ടുണ്ട്. മഗ്‌രിബ് നമസ്കാരത്തിന് ശേഷമാണ് കേട്ടോ ഞാനിപ്പോൾ കഞ്ഞി കുടിക്കാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ റഫിക്കാൻ വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മൾ കഴിക്കട്ടെ. അപ്പോൾ നമ്മൾ ഹെൽത്തി ഡിന്നറാണ് കേട്ടോ, ഹെൽത്തി കഞ്ഞി എന്നൊക്കെ പറയാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ ഒരു ദിവസം ഇവിടെ ഞാൻ അവസാനിപ്പിക്കുകയാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നത്. ഇഷ്ടമായാലും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തായാലും കമൻറ്റായിട്ട് അറിയിക്കാനും മറന്നുപോകല്ലേ. അപ്പോൾ ഇതിൻ്റെ കൂടെ ഞാൻ കുറച്ച് കാന്താരിയും കൂടെ എടുക്കുന്നുണ്ട്. ഇതൊന്നും ആവശ്യമില്ല. ഞാൻ ചിലപ്പം ചമ്മന്തി അരക്കും, ഇല്ലെങ്കിൽ എന്തെങ്കിലും ഉപ്പേരിയാണ് കേട്ടോ ഉണ്ടാക്കുക. കുറച്ചുകൂടെ നല്ലതല്ലേ പച്ചക്കറി എന്തെങ്കിലും വെച്ചിട്ട് എന്തെങ്കിലും ഒരു ഉപ്പേരി ഉണ്ടാക്കും. ഇന്നിപ്പോൾ ഉച്ചയ്ക്ക് മന്തി ആയതുകൊണ്ട് ഉപ്പേരിയൊന്നും ഉണ്ടാക്കിയിട്ടില്ല. വൈകുന്നേരം ആയപ്പോൾ ചെറിയൊരു മടിയും, അപ്പോൾ പിന്നെ ചമ്മന്തി അരക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ അങ്ങനെ പിന്നെ നമ്മൾ കഴിക്കട്ടെ. അപ്പോൾ ഇൻഷാ അല്ലാഹ് മറ്റൊരു അടിപൊളി വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അപ്പോൾ എല്ലാവരോടും താങ്ക്സ് ഫോർ വാച്ചിങ്.